അപ്പോൾ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും. ഇതെങ്ങനെയുണ്ട് ചാച്ചു? മഞ്ഞക്കുട്ടൻ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സുഖമായിരിക്കുന്നു എല്ലാവരും വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ എൻ്റെ രാവിലത്തെ പിന്നെ കുറച്ച് വൺ ഡേ എന്തൊക്കെ കുറച്ച് തിരക്കുകളും പണികളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. തരാം. പോളാന്ന് പറയും. ഇത് അരിപ്പൊടി, തേങ്ങ, ചുവന്നുള്ളി, കോഴിമുട്ട ഇത് കൂട്ടി മിക്സിയിൽ അരയ്ക്കുക. എന്നിട്ട് പാനിൽ നമ്മൾ നെയ്യോ എണ്ണയോ തടവിയിട്ട് അതിലേക്ക് ഒഴിക്കുക. ദോശ പോലെ ചുടുക. വലിയ മത്തി കിട്ടി. അപ്പോൾ അത് ഫിഷ് കറി, മുളക് കറിയാണ് കേട്ടോ. പിന്നെ ഇതാ ഇന്ന് ചോറിലേക്ക് കുറച്ച് കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇതിലൊന്നുമില്ല, കടച്ചക്ക, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതിട്ട് വേവിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് പിന്നെ തേങ്ങാപ്പാൽ കൂട്ടും കേട്ടോ. തേങ്ങാപ്പാലും മീൻകറി ഇത് മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളവിടെ കൊരഞ്ഞൂർ എന്ന് പറയും, ചാവക്കാട് സൈഡാണ്, അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് ഇങ്ങനെ അരിപ്പൊടിയുള്ള കടികൾക്ക് തേങ്ങാപ്പാലും മീൻകറി അത് മസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാം കേട്ടോ, നമ്മുടെ വീഡിയോയിൽ ഇടാം. പിന്നെ ആരും കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഓക്കെ. അപ്പോൾ ഇതാട്ടോ ഗൈസ്, ചായ കുടിക്കുകയാണ്. അപ്പോൾ കുറച്ച് മീൻകറി കഴിച്ചു. പിന്നെ അതാ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു. തേങ്ങാപ്പാൽ ഓക്കെ, അതിങ്ങനെ ഒഴിക്കുക. വേണമെങ്കിൽ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ട് കഴിച്ചാലും ഇത് സൂപ്പറായിരിക്കും കേട്ടോ. റൊമ്പ എന്നാ വരുന്നത്, തമിഴ് ഇടയിൽ കൂടെ വരുന്നത് ഗൈസ്. അപ്പോൾ ഇതാ കുറച്ച് കട്ടൻ ചായ, ഓക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. രാവിലെ എണീറ്റാൽ എന്തുണ്ടാക്കും എന്ന്, ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ, കോഴിമുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വേണമെങ്കിൽ മീൻകറി വേണമെന്നില്ല കേട്ടോ, വെറുതെ തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടാലും സൂപ്പറായിരിക്കും, ഓക്കെ. നൊസ്റ്റു ഗൈസ്, നൊസ്റ്റു. നമ്മൾ അവിടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരിത് ഇങ്ങനെ എപ്പോഴും കഴിക്കും. അപ്പോൾ ഇത് ഇവിടെ ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ വരികയാണ്. നല്ല ടേസ്റ്റാണ്, ഓക്കെ. അപ്പോൾ ഇത് ഇരുന്ന് ഉണ്ടാക്കി നോക്കും, ഓക്കെ. എനിക്ക് വന്നിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ചച്ചു കഴിക്കാൻ? ഇഷ്ടമായ? അപ്പോൾ മോള് പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇപ്പോൾ എണീറ്റ് വന്ന് ഇപ്പോൾ കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായ കാരണം പോണത് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ. അപ്പോൾ എണീറ്റ് വന്ന് കഴിക്കാം, ഓക്കെ ഗൈസ്. അപ്പോൾ ഇത് കഴിക്കട്ടെ. എന്താ ഗൈസ്, ഇത് വെന്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഉള്ളി, മുളക് ഇതെല്ലാം ചേർത്ത് ഇട്ടാൽ മതി കേട്ടോ. കടുക്, ഉള്ളി, പിന്നെ ഉണക്കമുളക് കേട്ടോ. ഇതെല്ലാം ഒപ്പം തന്നെ ചേർത്തിട്ട് ഞാൻ ഉടൻ ഇത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഉടൻ്റെ സ്പൂണാണ് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. ഇതൊക്കെ കുറേ കാലമായിട്ടുള്ള എൻ്റെ നോൺ സ്റ്റിക്ക് പാനാണ്. പക്ഷേ അതിപ്പോഴും കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ അത് ശ്രദ്ധിക്കും. ഇത് സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞു കേട്ടോ അതിൽ വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി ഞാൻ കുറച്ച് ചേർക്കണുള്ളൂ. ഇവിടെ എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് വീട്ടിൽ പൊടിച്ച കുരുമുളക് ചേർക്കാം കേട്ടോ. ഞാൻ കൈ ചെയ്തുകൊണ്ട് തന്നെ ഒരു പീച്ചാണോ തോന്നുന്നു ഇതിന് നല്ലത്, അല്ലെങ്കിൽ ഉടങ്ങി പോവും, ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ഗൈസ് ക്ലീനിങ് ആണ്. ഞാൻ ഇന്നിപ്പോൾ ഇതിൽ ഇവിടെ മാറാലൊക്കെ തട്ടി എന്നുവെച്ചാൽ ഒരു ദിവസം ഒരു റൂം നന്നായി ക്ലീൻ ചെയ്താൽ നമുക്ക് ഒരു റൂം നന്നായി ക്ലീൻ ചെയ്യാം. അപ്പോൾ അധികം ഭാരം തോന്നില്ല. നമുക്ക് ക്ഷീണമാവും, നല്ല ക്ലിയറും ആവില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ റൂമിൽ മാറാലൊക്കെ തട്ടി ജസ്റ്റ് ക്ലീൻ ചെയ്ത് തുടയ്ക്കാണ്. ബാക്കിയുള്ള ഇതിലൊക്കെ വെറുതെ അടിച്ചു വാരി ജസ്റ്റ് ഒന്ന് തുടയ്ക്കുള്ളൂ. ഇവിടെ മാറാലൊക്കെ തട്ടിയത് ഈ റൂം. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
പെട്ടെന്ന് പതുക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ടിരിക്കാൻ. എൻ്റെ വീട് ചേലക്കര, അവിടെ പറയാ പുതിയാപ്പിളക്കോര. എനിക്ക് തോന്നുന്നു അധികം ആ പേരായിരിക്കും അല്ലേ, പുതിയാപ്പിളക്കോര. ഇവിടെ കുന്നുകുളം സൈഡ് പറയാ മഞ്ഞക്കുട്ടൻ എന്നാട്ടാ. കുറച്ച് മുളക് പൊടി ചേർന്നാണ്, കുറച്ച് മഞ്ഞൾ, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇടുന്ന ഉലുവാപ്പൊടി, ഇനി കുറച്ചിങ്ങനെ മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം അതൊന്നും വരുന്നുണ്ട്, അത് കുഴപ്പമില്ല. പിടിപ്പിച്ച് കഴിഞ്ഞു. അപ്പം ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഫിഷ് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഫിഷ് കറി, രസമുണ്ട് കേട്ടോ, കടച്ചക്ക. ഓക്കെ, അപ്പോൾ കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും. ഇതെങ്ങനെയുണ്ട് ചാച്ചു? മഞ്ഞക്കുട്ടൻ. എന്താണ് പറയാ, പുതിയാപ്പിളക്കോര അല്ലേ? എങ്ങനെയുണ്ട് ചാച്ചു? സൂപ്പർ പറ. സൂപ്പർ. കഷ്ടപ്പെട്ട് കുക്ക് ചെയ്തിട്ട് പറയണ്ട അല്ലേ സൂപ്പർന്ന്? വെറുതെ പറയാൻ പാടില്ല. ശരിക്കും ഇഷ്ടമായോ? ഓക്കെ ഗൈസ്, സോ ഇറ്റ് വാസ് സൂപ്പർ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിക്കട്ടെ. ഓക്കെ, സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ബൈ ചച്ചു, ബൈ പറ. ബൈ.